ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഷിജാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രാവിലെ ആയതുകൊണ്ട് സൗണ്ടൊന്നും ഇല്ല കേട്ടോ. ഇവിടെ രാവിലെ നല്ല മഴയാണ്. നല്ല മഴയാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെയാണോ? ഞാൻ ദേ ഇവിടെ വാതുക്കല്ലിരിക്കുവാണ്. അത് നമ്മുടെ മുറിക്കകം ഇവിടെ വാതുക്കല്ലാണ്. അടുക്കള വാതിൽ. ഇതൊക്കെയാണ് എൻ്റെ സ്ഥലങ്ങൾ, ഇരിപ്പിൻ്റെ സ്ഥലങ്ങൾ. ഇതൊക്കെയാണ്. ചൂടുവെള്ളം രാവിലെ കരിയാപ്പിലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ചായ കുടിച്ചു. എന്ന് വെച്ചാൽ ഇന്നേ അങ്ങ് ഭയങ്കര വയറ് കത്തൽ. 2 ദിവസം കൊണ്ട് ഒരു വയറ് കത്തൽ, ഭയങ്കര കത്തലെന്ന് പറഞ്ഞ് എരിച്ചിലുണ്ടല്ലോ, ഒരുമാതിരി എരിച്ചിൽ. അപ്പം ആ കരിവേപ്പില വെള്ളം കുറച്ച് കുടിച്ചിട്ട് ഞാൻ പിന്നെ ഒരു ചായ ഇട്ട് കുടിച്ചു. അത്രയ്ക്ക് ഭയങ്കര വയറെരിച്ചിലായിരുന്നു. ഇപ്പം അങ്ങ് മാറി. എരിച്ചിലെന്ന് പറയാൻ പറ്റില്ല, ഒരു വിശക്കുമ്പോൾ ഒരു ആളലില്ലേ വയറ്, അതുപോലെയായിരുന്നു. അപ്പം ഞാൻ ഒരു ചായ ഇട്ട് കുടിച്ചു. അപ്പം അതങ്ങ് മാറി. പിന്നെ അതുകൊണ്ട് ഇന്ന് ചൂടുവെള്ളം കുടിച്ചില്ല, കരിവേപ്പില വെള്ളം കുടിച്ചു, സാധാ ചൂടുവെള്ളം കുടിച്ചില്ല. അപ്പം ഒരു ഗ്ലാസ് അത് കുടിക്കാൻ വെച്ചു. നല്ല മഴ. നമ്മുടെ ജോലി കുഴപ്പമില്ല, അകത്തൊക്കെ ഇരുന്ന് ചെയ്യണോണ്ട് കുഴപ്പമില്ല. പക്ഷെ പുറത്ത് റബ്ബർ വെട്ടുകാരും അങ്ങനെയൊക്കെ ഉള്ളവരെ പിന്നെ ഈ മഴയത്ത് എന്തോ ചെയ്യും? പുറത്തൊക്കെ ഇറങ്ങി ജോലിക്കൊക്കെ പോകുന്നവർ വലിയ കഷ്ടപ്പാടായിരിക്കും കുടുംബങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പം രാവിലെ അപ്പച്ചനും അമ്മച്ചയും കാപ്പിയൊക്കെ കൊടുത്തു കേട്ടോ. രാവിലെ ബ്രെഡ് ചൂടാക്കി ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതും കൂട്ടി കൊടുത്തു. അപ്പം എനിക്ക് ഇനിയിപ്പം ഞാൻ ഇച്ചിരി പഴങ്കഞ്ഞി ആയിട്ട് ഇച്ചിരി ചോറ് ഇട്ട് കുടിക്കാമെന്ന് വെച്ച്. അതെ, നിങ്ങളോട് പറയാൻ എനിക്കിപ്പം നിങ്ങളോടല്ല വേറെ ആരോടും പറയാനില്ല. എന്ത് വിഷമം വന്നാലും ഞാനിതുവരെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതുവരെ എൻ്റെ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഇതുവരെ ഒരു മനുഷ്യരോടും പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യരോടൊന്നല്ല, എൻ്റെ ചാനലിൽ കൂടെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പം പെട്ടെന്നൊക്കെ ഇരിക്കുമ്പോഴേ എന്തോ ഒരു വിഷമം നമ്മളെ അലട്ടുന്നു. അതെന്താണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ എന്തോ ഒരു വിഷമം വരുന്നു. കുറച്ചൊക്കെ ജോലിയുടേതായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ സാധാരണ അങ്ങനെ പെട്ടെന്നൊന്നും ആരോടും പറയത്തില്ല, കൂട്ടുകാരോടൊക്കെ പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ എന്താ പറയുക, എല്ലാവരോടും പറഞ്ഞ് എന്തിനാ നമ്മൾ അവരെ കൂടെ വിഷമിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കൂടുതലൊക്കെ ഉള്ളിലൊതുക്കുക ചെയ്യുക. എന്താണെന്നറിയില്ല കേട്ടോ. രാവിലെ എണീറ്റപ്പം മുതൽ എന്തോ ഒരു വിഷമം എനിക്ക് എൻ്റെ ഉള്ളിൽ. ഒരു സാധാരണ പോലെ ഒരു മനസ്സൊന്ന് ഒരു സന്തോഷം തോന്നണില്ല. അതാണ് എന്തോ ഒരു വിഷമം ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞ് പ്രകടിപ്പിക്കാൻ പറ്റണില്ല. എന്തുവാന്നറിയത്തില്ല. മാറുമായിരിക്കും അല്ലേ? എല്ലാവർക്കും ഇല്ല വിഷമങ്ങൾ. വിഷമങ്ങളില്ലാത്ത മനുഷ്യരില്ല. എല്ലാവർക്കും വിഷമങ്ങളുണ്ട് അല്ലേ? എല്ലാവർക്കും വിഷമങ്ങളുണ്ട്.
ചിലരൊക്കെ അത് പറഞ്ഞു തീർക്കും, ചിലരൊക്കെ ഉള്ളിൽ തന്നെ ഒതുക്കി വെച്ചോണ്ടിരിക്കും. ഒരു നാൾ നമ്മുടെ വിഷമങ്ങളൊക്കെ തീരുമായിരിക്കുമല്ല, തീരും. ആയിരിക്കുമല്ല, തീരും. ആ ഒരു പ്രതീക്ഷയിലാണ്. അപ്പം രാവിലെ ഇവിടെ ഇരുന്ന് കഥയും പറഞ്ഞുകൊണ്ടിരുന്നാലേ ജോലികൾ കിടക്കുന്നു കേട്ടോ. നല്ല മഴയായതുകൊണ്ട് പുറത്തോട്ടൊന്നും വന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. തീരുമായിരിക്കും, വിഷമങ്ങളൊക്കെ തീരുമായിരിക്കുമല്ല, തീരണം. തീർന്നാലേ പറ്റൂ അല്ലേ? അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്. നമ്മുടെ വിഷമങ്ങൾ ഒരു നാൾ തീരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അത് തീർന്നാലേ പറ്റത്തുള്ളൂ. തീരുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. വെള്ളം എടുത്ത് വെച്ച് കൊടുക്കുക. തീ ശരിക്കും കത്തിപ്പിടിക്കാതെ അങ്ങ് പോയി കഴിഞ്ഞാലേ തീ നമ്മുടെ പുറകെ അങ്ങ് വരും. അതുകൊണ്ട് നന്നായിട്ട് തീ കത്തിപ്പിടിച്ചിട്ടേ പോകത്തുള്ളൂ ഞാൻ.